നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ദൈവം തരട്ടെ. ഈ മകരമാസത്തിലെ ചില നാളുകാർക്ക് അനവധി ഗുണങ്ങളും അഭിവൃദ്ധികളും ലാഭങ്ങളെല്ലാം വന്നുണ്ട്. ഒരു വീട് പണിയാനുള്ള ഭാഗ്യമുണ്ട്, പുതിയ വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യമുണ്ട്, വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ അനവധി ഭാഗ്യങ്ങൾ വരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഈ മകരമാസത്തിലെ. അതാണ് നമ്മൾ ഇന്നൊന്ന് വിവരിച്ച് പറയുന്നത്. അതിനകത്ത് പ്രധാന നക്ഷത്രം എന്ന് പറഞ്ഞാൽ തിരുവോണം, അവിട്ടം നക്ഷത്രം, ചതയം നക്ഷത്രം, ചിത്തിര നക്ഷത്രം, ചോതി നക്ഷത്രം, വിശാഖം നക്ഷത്രം, അനിഴം നക്ഷത്രം, കാർത്തിക നക്ഷത്രം, രോഹിണി നക്ഷത്രം, മകേര്യം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ മകരമാസത്തിൽ അനവധി ഗുണങ്ങൾ വന്നേറുന്നുണ്ട്. പല വിധത്തിൽ ധനങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ വീടിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് താമസം തുടങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്ക് ആ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം നടക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാൻ മനസ്സുള്ള ആൾക്കാർക്ക്, താല്പര്യമുള്ള ആൾക്കാർക്ക് പുതിയ വാഹനം വാങ്ങിക്കാൻ സാഹചര്യം വന്നു ചേരും. അതിനുള്ള ധനങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ പല പല ഭാഗ്യാനുഭവങ്ങളുണ്ടാവും ഈ നക്ഷത്രക്കാർക്ക്. ഈ സന്ദർഭത്തിൽ പല പല ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്തിലുണ്ടാവും. അങ്ങനെയുള്ള പല ഗുണങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് പറയുന്നത്. രോഗാദുരിതങ്ങളിൽ നിന്ന് മോചിതരായിട്ടും, അതുപോലെ തന്നെ അനവധി കുടുംബമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലേശങ്ങളിൽ നിന്നൊക്കെ മോചിതരായിട്ടും, തൊഴിൽ രംഗത്ത് വന്നേരുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചിതരായിട്ടും, അങ്ങനെയൊന്നും വേണ്ട പല വിധത്തിലും മാനസികമായിട്ടുള്ള സന്തോഷങ്ങളും, പല വിധത്തിലും ധനം ആൾക്കാർ വാങ്ങിച്ചിരുന്നില്ല അത് തിരിച്ചു തരാനുള്ള മനസ്സൊക്കെ കാണിക്കും ആൾക്കാർക്ക്. അങ്ങനെ എന്ന് വേണ്ട പല വിധത്തിൽ പല രീതിയിൽ ഏതൊക്കെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഈ നക്ഷത്രക്കാർക്ക് തിരുവോണം, അവിട്ടം, ചതയം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കാർത്തിക, രോഹിണി, മകേര്യം ഈ നക്ഷത്രക്കാർക്ക് മകരമാസം വളരെ ഉത്തമമാണ്. പല പല കാര്യങ്ങൾ നടക്കും, ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ നാളെ, അതായത് 27-ാം തീയതി തിങ്കളാഴ്ച പ്രദോഷമാണ്. വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. മഹാദേവ ക്ഷേത്രത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങ് നടക്കുന്ന ദിവസമാണ് പ്രദോഷം എന്ന് പറഞ്ഞാൽ. അതിന് സാധിക്കുന്ന ആൾക്കാരെല്ലാവരും നാളെ രാവിലെ ശുദ്ധിയായിട്ട് കുളിയെ കഴിഞ്ഞ് ഭസ്മക്കുറി തൊട്ട് മഹാദേവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ ശേഷം വൈകിട്ട് സന്ധ്യാസമയത്ത് മഹാദേവ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് എല്ലാ ദേവതകളുടെയും അനുഗ്രഹം കിട്ടാൻ വേണ്ട ഏറ്റവും മഹത്തായ ചടങ്ങാണ് പ്രദോഷ പൂജ എന്ന് പറഞ്ഞാൽ. കാരണം ഈ പ്രദോഷ സന്ധ്യയിൽ എല്ലാ ദേവതകളും മഹാദേവ ക്ഷേത്രത്തിൽ സന്നിഹിതരാകുമെന്നാണ് പറയണം. മഹാദേവൻ പാർവ്വതീദേവിയുടെ മുന്നിൽ നടരാജ നൃത്തം ചെയ്യുന്ന ദിവസമാണ് പ്രദോഷം എന്ന് പറഞ്ഞാൽ. സന്ധ്യാസമയത്ത് പാർവ്വതീദേവിയുടെ കൂടെ മഹാദേവൻ പാർവതിക്ക് മുന്നിൽ നടരാജ നൃത്തം ചെയ്യുന്ന ദിവസമാണ് പ്രദോഷ ദിവസം എന്ന് പറഞ്ഞാൽ. ആ നൃത്തം കാണാനായിട്ട് മറ്റെല്ലാ ദേവതകളും അവിടെ സന്നിഹിതരാകുമെന്നാണ് പറയണം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങാണത്. പ്രദോഷം ആരും ഒഴിവാക്കാൻ പാടില്ല. എല്ലാ ഗുണങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും തരുന്നൊരു വഴിപാടാണ് പ്രദോഷ പൂജ എന്ന് പറഞ്ഞാൽ. പ്രദോഷ ദിവസം വൈകിട്ട് ക്ഷേത്രത്തിൽ പോയി, മഹാദേവ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് എന്തെങ്കിലും ദ്രവ്യങ്ങൾ, പാല, കരിക്കുന്ന ദ്രവ്യങ്ങൾ അഭിഷേകിക്കാൻ കൊടുക്കാം. രോഗാദുരിതങ്ങൾ മാറാനായിട്ട് കരിക്ക് നിവേദിച്ച് സേവിക്കാം.
പാലഭിഷേകം കഴിക്കുക, അതൊക്കെ വളരെ വിശേഷമാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും നാളെ മഹാദേവക്ഷേത്രത്തിൽ പോകണം, പ്രദോഷ പൂജയിൽ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം. എല്ലാവർക്കും കിട്ടണം ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം. അപ്പോൾ ആരും പിന്മാറേണ്ട അതിൽ എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം വന്നു ചേരണം. അതിനായിട്ട് സാധിക്കുന്ന എല്ലാവരും മഹാദേവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക, പ്രദോഷ പൂജയിലൊക്കെ പങ്കുചേരാം. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവർക്കും കിട്ടും, എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം കിട്ടും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. മഹാദേവനെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിക്കുക. ഏറ്റവും നന്നായിട്ട് ജീവിതം ആസ്വദിച്ച് ഭക്തിപരിസരം ജീവിക്കുക. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധികളും എല്ലാം ഭഗവാൻ തരും. അതുപോലെ തന്നെ മാതാപിതാക്കളൊക്കെ അനുസരിച്ച് ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കുക. അതിനപ്പുറം ഭൂമിയിൽ ഒന്നും കിട്ടാനില്ല. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു.